ഇന്നലെ സൺഡേ എടുത്ത വീഡിയോ ആണ്. കുക്കിംഗ് സൈഡ് ഒന്നും കാണിക്കുന്നില്ല, എന്തൊക്കെയാണ് കുക്ക് ചെയ്ത് ഉണ്ടാക്കിയതെന്നുള്ളത് കാണിച്ചു തരാം. ലേറ്റ് ആയിട്ടാണ് ഇന്നലെ കുക്കിംഗ് ഒക്കെ തുടങ്ങിയത്, അതുകൊണ്ട് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഒരുമിച്ച് ബ്രഞ്ചായിട്ട് കഴിക്കാന്ന് വിചാരിച്ചു. കപ്പ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി വേവിച്ചതിന് ശേഷം ഉപ്പും തേങ്ങ തിരിങ്ങിയതോടെ ഇട്ട് ഉടച്ചെടുത്തതാണ് കേട്ടോ. അത് പാൽക്കപ്പ പോലെ ചെയ്യാന്ന് വിചാരിച്ചാണ്, പക്ഷെ ചീറ്റിപ്പോയി. എന്തായാലും ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. കപ്പയുടെ കൂടെയും ചോറിന്റെ കൂടെയും കഴിക്കാനായിട്ട് ഒരു മീൻകറി ഉണ്ടാക്കിയായിരുന്നു. അതൊരു സ്പെഷ്യൽ മീൻകറി പോലെ ചെയ്തതാണ്. കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കുറുകിയ ചാറോടുകൂടെ ഉണ്ടാക്കിയ ഒരു മീൻകറിയാണ് ഇത്. ഹസ്ബൻഡ് കൊല്ലത്ത് വീട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് മൂന്നാമത്തെ ചേട്ടൻ പാട്രിക്കേട്ടൻ കൊടുത്തുവിട്ട മീനാണ് കേട്ടോ ഇത്. രാവിലെ ഒരു 11 മണിക്ക് ശേഷമാണ് കേട്ടോ കുക്ക് ചെയ്യാൻ നിന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ചോറ് വെക്കേണ്ടത് കൊണ്ട് വേവ് കുറഞ്ഞ അരി നോക്കിയപ്പോൾ ജീരകശാല റൈസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ജീരകശാല റൈസിന്റെ ചോറും കുറച്ച് വെച്ചിരുന്നു. പ്രത്യേകിച്ച് സ്പെഷ്യാലിറ്റി ഒന്നും ഇല്ല, എന്നാലും എന്തെങ്കിലും ഒരു സ്പെഷ്യൽ തോന്നിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് കേട്ടോ ഈ വാഴയില വെട്ടി അങ്ങനെ പ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമൊക്കെ ഫീൽ ചെയ്യത്തില്ല. ഇന്നിപ്പോ ഇവിടെ അമ്മച്ചി ഇല്ല. അമ്മച്ചി എന്തായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്കത്തെ ലഞ്ച് ഒന്നും കഴിക്കാനായിട്ട് ആളില്ല. ആള് വേറൊരു സ്ഥലത്ത് പോയേക്കുവാണ്. വൈകുന്നേരം ഞാനും ഹസ്ബൻഡും കൂടെ പെരുമ്പളം പാലത്തിൽ കൂടെ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. കഴിഞ്ഞ ശനിയാഴ്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മുടെ പിണറായി വിജയൻ സാറ് വന്ന് ഉദ്ഘാടനം ചെയ്ത കേരളത്തിലെ ഏറ്റവും വലിയ പാലം, ഒരു ജനതയുടെ സ്വപ്ന സാക്ഷാത്കാരം. ഇനി ഇത് ഞങ്ങളുടെ പെരുമ്പളത്താണെന്ന് അഭിമാനപൂർവ്വം പറയാട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഈ പാലത്തിൽ കൂടെയുള്ള ഇന്നത്തെ സഞ്ചാരം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് എന്റെ ചിന്തയിലെ ഉണ്ടായിരുന്ന കാര്യമായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. നല്ല തിരക്കുള്ള സമയമായിരുന്നു, എന്നാലും കുഴപ്പമില്ല. ഈ മഴവിൽ പാലത്തിന് ഒരു ചന്തമൊക്കെ ഉണ്ട്. ഇക്കരയിൽ നിന്ന് പുതിയ പാലത്തിൽ കൂടെ അക്കരയിൽ ചെന്ന് 2 കരിക്കും ഷേക്കും കുടിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാവേ. പിന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ.